ഇതയും പരിഹാരവും. അതായത് ആർത്തവത്തിന്റെ ക്രമം തെറ്റി വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് അറിയണം. ആ ക്രമം തെറ്റൽ എന്തെങ്കിലും അപകടത്തിന്റെ സൂചനയാണോ എന്ന് അറിയണം. അല്ലാതെ അത് സാധാരണഗതിയിൽ അത് തെറ്റി അത് ശരിയാക്കാൻ പോവുക. പക്ഷെ അത് എന്തോ സൂചന തരുന്നില്ലേ നമുക്ക്? ഇതൊരു സൂചന തരുന്നുണ്ട്, അതാണെന്ന് അറിയണം. ഇതിന്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് ഇന്ന് അറിയാം, ചർച്ച ചെയ്യാം. ആദ്യം നാം അറിയേണ്ടത് എന്താണ് ഈ മെൻസസ് എന്നുള്ളതാണ്. ആർത്തവം. ആർത്തവം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിന് മെൻസസ്, ആർത്തവം, മാസമുറ, തീണ്ടാരി എന്നൊക്കെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടുന്ന മെൻസസ്. എന്താണ് ഈ സാധനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇതിന്റെ കാര്യത്തിലുള്ള തർക്കങ്ങൾ ഒഴിവായി കിട്ടും. ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണത്. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ടത് ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു ജന്മത്തെ, ആ കുട്ടിയുടെ ജന്മം മുഴുവനും ഉണ്ടാകേണ്ട, ഉൽപ്പാദിപ്പിക്കേണ്ട, റിലീസ് ചെയ്യപ്പെടേണ്ട അണ്ടം മുഴുവൻ അവിടെ അതിന്റെ ഈ അണ്ടത്തിന്റെ അടിത്തറ പാകിയിരിക്കുകയാണ്. അതായത് അണ്ടമല്ല ഉണ്ടാകുക, അണ്ടത്തിനുള്ള അടിത്തറ. എത്ര എണ്ണം, എത്ര മാസം ഉണ്ടാകണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കും. ധാരാ തീരുമാനിച്ചത് ആരോ ഒരാൾ. അതായത് അവിടെയാണ് നമ്മൾ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്നത്. ആരോ ഒരാൾ മുൻകൂട്ടി തയ്യാറാക്കി ഒരു അണ്ടം മാസത്തിൽ ഒന്ന് വെച്ച് കൃത്യമായും ഇത്ര മാസം റിലീസ് ചെയ്യണം. ഇത് ഓരോ മാസവും കൃത്യമായി റിലീസ് ചെയ്യപ്പെടുകയും അണ്ടം ബീജവുമായി സംയോജിച്ചില്ലെങ്കിൽ അത് മെൻസസ് ആയി പുറത്തു വരും. ഒരു രക്തസ്രാവത്തിലൂടെ ഇതിനെ പുറത്തു കളയും. കൃത്യം 28-ാം പൊക്കം ഇത് സംഭവിക്കണം. ഈ 28-ാം പൊക്കം മെൻസസ് സംഭവിച്ചില്ലെങ്കിൽ മെൻസസിന്റെ കുഴപ്പമാണോ അല്ലെന്നുള്ളതല്ല നമ്മൾ നോക്കുക, ശരീരത്തിന് എന്തോ കുഴപ്പമുണ്ട്. അതായത് കൃത്യമായ മാസമുറ തെറ്റിയാൽ ഉടനെ തന്നെ നമ്മൾ സംശയിക്കേണ്ടത് ശരീരത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ആ തകരാറ് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതാണ് ഇന്നത്തെ വിഷയം തന്നെ. അതാണ് മാസമുറ, ക്രമം തെറ്റിയ മാസമുറ. കൃത്യമായി, അതായത് മുറയായി വരണം, കൃത്യമായി വരണം എന്ന് 28-ാം പൊക്കം ഇത് സംഭവിക്കണം. ഇത് ഏതോ വിധത്തിൽ, ഏത് വിധമാണെന്ന് പോലും നമുക്ക് പ്രവചിക്കാനാവില്ല, പറയാനാവില്ല. ഏതോ വിധത്തിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ചന്ദ്രമാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണിത്. അതായത് ചന്ദ്രന് ഭൂമിമേലുള്ള സ്വാധീനം നമുക്കറിയാം, വേലിയേറ്റവും വേലിയിറക്കവും. ഇതേ സ്വാധീനം പുരുഷനും സ്ത്രീക്കുമുണ്ട്. പക്ഷേ സ്ത്രീയിൽ അത് പ്രകടമായി ഓരോ മാസം കാണിച്ചു തരുന്നു. അതായത് ഓരോ മാസവും അത് എപ്പോ അണ്ടവും ബീജവുമായി ചേർന്നില്ലെങ്കിൽ, ചേരാതെ വരുമ്പോൾ അത് മരണപ്പെട്ടു, ആ അണ്ടം മരണപ്പെടും. സമയം കഴിഞ്ഞാൽ അത് മരണപ്പെടുകയും അത് വെളിയിലേക്ക് പുറന്തള്ളുകയും ചെയ്യണം, പുറന്തള്ളിക്കളയണം. അപ്പോ എന്താണ് മെൻസസ് എന്ന് പറഞ്ഞാൽ, മെൻസസ് എന്നത് അല്ലെങ്കിൽ തീണ്ടാരി എന്നത് മരണപ്പെട്ട അണ്ടത്തിന്റെ ശവസംസ്കാര ചടങ്ങാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുക. അതൊരു ശവസംസ്കാര ചടങ്ങാണ്. മരണപ്പെട്ടു, ഒരു ജീവിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുക, ഒരു ജീവിയായിട്ട്. ആ മരണപ്പെട്ട അണ്ടത്തിന്റെ ശവസംസ്കാര ചടങ്ങാണ് മെൻസസ്. അത് പുറന്തള്ളി കളയേണ്ടത് തന്നെയാണ്. അപ്പോ മുറ തെറ്റിയ ആർത്തവം അഥവാ മെൻസസ് കൃത്യമായി വരാത്തത് ഏത് ഒരു രോഗമായി വേണം നമ്മൾ കണക്കാക്കാൻ. അതൊരു രോഗമാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇതിന്റെ കാരണങ്ങളെന്നും ഇത് മുറ തെറ്റി വരാൻ കാരണം എന്താണെന്നും ഒക്കെ നമുക്ക് അറിയണം. അപ്പൊ ഇത് ഒരുപാട് തർക്കങ്ങൾ കിടക്കുന്ന ഒരു മേഖലയാണ്. അത് അവസാനം ഞാൻ പറയാം, ഒന്ന് സൂചിപ്പിക്കാം. ഇത് മുറ തെറ്റി വരാൻ കാരണം ഒന്നുമല്ല, ഹോർമോണൽ ഇൻബാലൻസ് ആണ്. അതായത് നമ്മുടെ ഗ്ലാൻഡുകളുടെ എൻസൈംസ് പ്രൊഡക്ഷൻ അത് മുറ തെറ്റിയിരിക്കുന്നു. ആ ഗ്ലാൻഡുകൾക്ക് വേണ്ട ട്രേസ് എലമെന്റ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസ് ആണ് ഈ മുറ തെറ്റി വരാൻ കാരണം. മെൻസസ് പെയിൻ ഉണ്ട്, ശക്തമായ പെയിൻ വരുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് അസിഡിറ്റിയാണ്, ബ്ലഡിന്റെ അസിഡിറ്റി. നമ്മളൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്, രക്തത്തിന്റെ pH ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി ബോഡി. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ രക്തത്തിന്റെ pH, ആസിഡ് ആൽക്കലൈൻ റേഷ്യോ എന്നത് നമ്മുടെ ശരീരത്തിന്റെ റെഗുലേറ്ററി അതോറിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ ഈ pH-യുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അസിഡിറ്റി ഉണ്ടെങ്കിൽ
പ്രശ്നങ്ങൾ ഉണ്ടാകും, പെയിൻ ഉണ്ടാകും. ഗർഭപാത്രത്തില് രക്തം അസിഡിക്കാണ്. അത് അതിന്റെ ഗർഭപാത്രത്തിലെ മെമ്പറൈൻസിന് അതിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ അത് പഴുപ്പുണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അത് വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു വരും. അപ്പൊ ഇതിന്റെ കാരണം ശരിക്കും ഹോർമോണൽ ഇൻബാലൻസ് ആണ്. ഏത് അവയവത്തിന്റെ ഹോർമോണൽ ഇൻബാലൻസ് എന്ന് അത് സാധാരണഗതിയിൽ നമുക്ക് ലിവർ പ്രൈം ഗ്ലാൻഡ് ആണ്. എല്ലാ ഗ്ലാൻഡുകളുടെയും ഹെഡ് ഓഫീസുമായിട്ട് കണക്കാക്കണം ലിവർ. ഇപ്പൊ ലിവറിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ വരും, തൈറോയിഡ് എന്നാൽ വരും. എല്ലാ ഗ്ലാൻഡുകളും അതിന് ട്രേസ് എലമെന്റ് കിട്ടുകയും ആവശ്യത്തിന് പുറമേ നിന്നുമുള്ള ഒരു ഹോർമോൺ കിട്ടാതിരിക്കുകയും ചെയ്താൽ ഹോർമോണൽ ഇൻബാലൻസ് വരും. ഇതില് യുണീക്കായിട്ടുള്ള ഒരു ട്രേസ് എലമെന്റ് ആണ് അയോഡിൻ. അതായത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ട്രേസ് എലമെന്റ്, സൂക്ഷ്മ മൂലകമാണ് അയോഡിൻ. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ, നാം നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ അയോഡിൻ ഇല്ലാതായി തീർന്നിരിക്കുന്നു. നമ്മൾ മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ലത്. ലോകം മുഴുവൻ മനുഷ്യർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലെ ആദിവാസികളോ സാധാരണ ജനങ്ങളോ കഴിക്കുന്നതിലെന്തോ കുഴപ്പം വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു മുന്നോട്ട് പോയി കഴിഞ്ഞ വികസിച്ച കുറെ രാജ്യങ്ങളിലെ, എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യർ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ട്രേസ് എലമെന്റ് ആയ അയോഡിൻ ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇത് എന്തെല്ലാം രോഗങ്ങൾക്കാണ് കാരണം ഉണ്ടാക്കുക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അയോഡിൻ കിട്ടിയേ മതിയാവും. ഇത് ശരിയാണ്. അയോഡിൻ യുണീക്കാണ് എന്ന് പറയാൻ കാരണം അയോഡിൻ എന്ന് പറയുന്ന ട്രേസ് എലമെന്റ് ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള ട്രേസ് എലമെന്റുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് ശരീരത്തിന് എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് അയോഡിൻ അതിപ്രാധാന്യമുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ്. ഇത് മണ്ണിൽ തീരാൻ കാരണം നിരന്തരമായി മണ്ണിൽ തീർന്നുകൊണ്ടാണ് ഭക്ഷണത്തിൽ ഇല്ലാണ്ടായത്. മണ്ണിൽ തീരാൻ കാരണം നിരന്തരമായി ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതുകൊണ്ട് പറ്റുന്ന ഒരു സ്വാഭാവികതയാണ്. ഇത് സ്വാഭാവികമാണത്. ആ മണ്ണിൽ നിന്നും കൂടുതൽ രാസവളവും കീടനാശിനിയും തെളിച്ച് കൂടുതൽ ഉത്പാദനം നടത്തിയാൽ പെട്ടെന്ന് തീരുമെന്നേ ഉള്ളൂ, അല്ലെങ്കിലും തീരും. മണ്ണിൽ ട്രേസ് എലമെന്റ് തീരും. പക്ഷെ കുറച്ചുകൂടി സ്പീഡിൽ മണ്ണിൽ ഈ ട്രേസ് എലമെന്റ് തീർന്നിരിക്കുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് നമുക്ക് അയോഡൈസ്ഡ് സോൾട്ട് തന്നത്. അയോഡൈസ്ഡ് സോൾട്ട് തീർത്തും ഫലപ്രദമല്ലാതായി തീർന്നു. ജനിച്ചപ്പോൾ മുതൽ അയോഡൈസ്ഡ് സാൾട്ട് കഴിക്കുന്നവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അയോഡിൻ ഇല്ല. ലിവറിന് വേണ്ട ട്രേസ് എലമെന്റ് വേണം, പാങ്ക്രിയാസിനുള്ളത് വേണം, എല്ലാത്തിനുമുള്ള ട്രേസ് എലമെന്റ്, എത്രയോ ട്രേസ് എലമെന്റുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ട്രേസ് എലമെന്റുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടിയേ പറ്റും. ഇത് എണ്ണി തീർക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു മണ്ണിലെ ട്രേസ് എലമെന്റ് എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, ഓരോ സസ്യവും ഓരോ ട്രേസ് എലമെന്റ് മണ്ണിന് പ്രദാനം ചെയ്യും. അപ്പൊ എത്രമാത്രം സസ്യ വൈവിധ്യം ഇവിടെ ഉണ്ടോ അത്രമാത്രം ട്രേസ് എലമെന്റ് ഉണ്ടാവണം. അതെല്ലാം വേണ്ടതാണ് മനുഷ്യ ശരീരം. ഒരു മണൽത്തരിയുടെ വലിപ്പമുള്ള ഗ്ലാൻഡുകൾ പോലും ഫങ്ഷൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. നല്ലൊരു ശതമാനം, നമ്മുടെ അനുമാനമാണിത്, മനുഷ്യ ശരീരത്തിൽ ഉള്ള നല്ലൊരു ശതമാനം ഗ്ലാൻഡുകൾ അവിടെ പ്രവർത്തനരഹിതമായി ഇരിക്കുന്നുണ്ട്. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ ഈ ഗ്ലാൻഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായേ പറ്റൂ. അതിന് ട്രേസ് എലമെന്റ്സ് കിട്ടിയേ പറ്റൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നല്ലൊരു ശതമാനം സ്ത്രീകളിലും പുരുഷന്മാരിലും ധാരാളം വന്ന് കൊച്ചുകുട്ടികളിലും വന്നിരിക്കുന്നു തൈറോയ്ഡ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ തൈറോയ്ഡ് പ്രോബ്ലത്തിന്റെ കാരണവും അയഡിൻ ഡെഫിഷ്യൻസി ആണ്. ആ തൈറോയ്ഡ് ഡിസോർഡർ അതൊരു ഹോർമോണൽ ഇൻബാലൻസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സ്ത്രീകളിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തൈറോയിഡ് പ്രോബ്ലത്തിന്റെ ആധിക്യം ഒരു പ്രശ്നമായിട്ട് തീർന്നു. അയഡിൻ ഡെഫിഷ്യൻസി ക്യാൻസറിന്റെ മൂല കാരണങ്ങളിൽ ഒന്നാണ്. അതാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഈ ഇന്നത്തെ അപകട സാധ്യത, അതായത് മെൻസസ് ഡിസോർഡറിന്റെ അപകട സാധ്യത, ആ അപകട സാധ്യത ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്.
അതായത് അയഡിന്റെ ഡെഫിഷ്യൻസി തൈറോയിഡിന് കാരണമാണ്. തൈറോയിഡ് രോഗം ക്യാൻസറിന് കാരണമാണ്. ക്യാൻസറിന്റെ കാരണങ്ങളിൽ ഒന്ന് അയഡിൻ ഡെഫിഷ്യൻസി ആണ്. അയഡിൻ ഡെഫിഷ്യൻസി മെൻസസ് ഡിസോർഡറിന്റെ കാരണമാണ്. അപ്പൊ നമുക്ക് എന്ത് വില കൊടുത്തും എല്ലാവരിലും ഈ അയോഡിൻ എത്തിക്കേണ്ടതുണ്ട്. അയഡിൻ എത്തിച്ചാൽ മാത്രം മതിയോ? അയഡിൻ എത്തിച്ചാൽ മാത്രം പോരാ. ഈ അയഡിൻ അവിടെ ഗ്ലാൻഡുകൾ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും അത് ഗ്ലാൻഡുകൾ പ്രവർത്തനക്ഷമമാണെങ്കിലും പുറമേ നിന്നും ഉള്ള ഒരു ഹോർമോൺ സപ്ലൈ കൂടി വേണ്ടിവരും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുക. അപ്പോ മാസമുറ ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അസിഡിറ്റി മാറ്റിയാൽ മെൻസസ് പെയിൻ മാറുക തന്നെ ചെയ്യും. കൃത്യമായി അസിഡിറ്റി മാറ്റിയാൽ നമുക്ക് എന്താണ് അതിന്റെ വഴി നമ്മൾ പഠിച്ചതാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് കുക്കുംബർ ജ്യൂസ്, പടവലങ്ങ ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ്, ഇനി ചൊരക്കായുടെ ജ്യൂസ്, ഇതെല്ലാം നമ്മൾ ആൽക്കലൈൻ കൊടുത്തിട്ട് അസിഡിറ്റി ഇല്ലായ്മ ചെയ്യാൻ, നിർവീര്യമാക്കാൻ നോക്കുന്നതാണ്. ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഈ മാസം മുറ ഡിസോർഡർ ആയിട്ടുള്ള എല്ലാവരും, മുറ തെറ്റി വരുന്ന ആർത്തവം എന്നുണ്ടെങ്കിൽ എല്ലാവരും കുക്കുംബർ ജ്യൂസ് കുടിച്ചിരിക്കണം. കുക്കുംബർ ജ്യൂസ് രാവിലെ 1 ഗ്ലാസ് വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ, ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കടിച്ചു തിന്നിട്ട് കിടക്കുക. ഇത് എല്ലാ രോഗത്തിനും ബാധകമാണ്. അപ്പൊ അത് കഴിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. ഇത് കഴിക്കാതെ രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യാതെ രോഗങ്ങൾ മാറ്റാമെന്ന് ആരും കരുതണ്ട. ഒരു രോഗവും മാറ്റാമെന്ന് ആരും കരുതണ്ട. ജലദോഷം മുതൽ ക്യാൻസർ വരെ, ഇൻക്ലൂഡിങ് മെൻസസ് ഡിസോർഡർ. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തത്തിന്റെ അസിഡിറ്റി മാറ്റിയേ മതിയാകൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുക്കുംബർ ജ്യൂസ്, അല്ലെങ്കിൽ പടവലം ജ്യൂസ്, അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ്, അല്ലെങ്കിൽ ചുരക്ക ജ്യൂസ് നിത്യേന എന്നോണം രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും. ഭക്ഷണത്തോടൊപ്പം ആൽക്കലൈൻ അധികമുള്ള ഇത് അരിഞ്ഞ് കഴിക്കരുത്. അതുകൊണ്ടാണ് രാത്രി ഭക്ഷണശേഷം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അത് കടിച്ചു തിന്നാനും. മറ്റൊന്ന്, ലിവറിനെ സപ്പോർട്ട് ചെയ്യണം. ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും നമുക്കറിയാം. ലിവറിന് പൂവരശിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പൂവരശിന്റെ 4 ഇല, പൂവരശ് അല്ലെങ്കിൽ പൂപ്പരുത്തി, ശീലാന്തി എന്നൊക്കെ പറഞ്ഞ് അറിയുന്ന സാധനം. എന്റെ പൊടി നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. പൂവരശിന്റെ ഇല 4 എണ്ണം 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ദിവസവും കുടിക്കുക. ഒരു കുടിവെള്ളമായി കുടിക്കുക. അപ്പൊ ഒരാൾ എന്തൊക്കെ ചോദിച്ചു, ഇതെന്നും കുടിക്കണത് തെറ്റല്ലേ? തെറ്റാണ്. നിങ്ങളൊരു 2 മാസം കുടിച്ചു കഴിയുമ്പോൾ അത് നിർത്തിയിട്ടു പിന്നീട് 1 മാസം മല്ലിയോ ജീരകോ വേറെ എന്തെങ്കിലും ഇത് ഇട്ട് കുടിക്കുക. വീണ്ടും പൂവരശിലേക്ക് വരിക. ഒരു ഭക്ഷണം, അതായത് ഇക്കോളജി തത്വപ്രകാരം ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ ആണ്. അതായത് വൈവിധ്യമാണ് നിലനിൽപ്പിന്റെ ആധാരശില എന്ന് ശഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇക്കോളജി. അപ്പൊ ഒരേ സാധനം തന്നെ നിരന്തരമായി കഴിക്കുന്നത് മാറ്റണമെന്ന് ഇക്കോളജി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ പൂവരശിന്റെ കുഴപ്പം കൊണ്ടല്ല, പൂവരശിന്റെ ഇല ദോഷം ചെയ്യുന്നത് കൊണ്ടല്ല. നിരന്തരമായി ഒരേ സാധനം ചെയ്യുന്നതിന് പകരം ലിവറിന് പ്രൊമോഷൻ കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഇലകൾ നമ്മുടെ അറിവിലുണ്ടെങ്കിൽ അത് മാറി 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 കഴിക്കുക. പൂവരശ്, വിറ്റാമിൻ ബി കോംപ്ലക്സ് പ്ലസ് വിറ്റാമിൻ സി, ബിയും സിയും കൂടി ചേർന്ന ഗുളിക 1 എണ്ണം കഴിക്കണം. എല്ലാ ദിവസവും രാവിലെ 1 എണ്ണം കഴിക്കുക, ആഹാരത്തിന് ശേഷം കഴിക്കുക. ഇതും എല്ലാ മാസവും എല്ലാ ദിവസവും കഴിക്കേണ്ട കാര്യമില്ല. കുറച്ചുനാൾ കഴിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നിർത്തുക, വീണ്ടും തുടരുക, കഴിച്ചുകൊണ്ടേ ഇരിക്കണം. മറ്റൊന്ന്, നമുക്കറിയാവുന്നത് ലിവർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞ മന്ദാരത്തിന്റെ പൂവാണ്. ഒരു 8-10 പൂവ് കടിച്ചു തിന്നുക, വെറുതെ തിന്നാം. ഇപ്പൊ ധാരാളം ഇപ്പോഴത്തെ ഈ സീസണിൽ ധാരാളം മഞ്ഞ മന്ദാര പൂവുണ്ട്. മഞ്ഞ മന്ദാരം, ഒരുപാട് മന്ദാരങ്ങളുണ്ട്. വെള്ള മന്ദാരമുണ്ട്, വയലറ്റ് മന്ദാരമുണ്ട്, അത്തി മന്ദാരമുണ്ട്, ഇങ്ങനത്തെ കുറെ മന്ദാരങ്ങളുണ്ട്. അതിൽ മഞ്ഞ മന്ദാരമാണ് ലിവറിന് പ്രൊമോട്ട് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു സാധനം. ആ മഞ്ഞ മന്ദാര പൂവ് കഴിക്കാം. മഞ്ഞ മന്ദാര പൂവ് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാ വെള്ളത്തിലിട്ട് ആ മഞ്ഞ മന്ദാര പൂവിന്റെ നിറം നാരങ്ങാ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. നമ്മൾ ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ മഞ്ഞ മന്ദാര പൂവും കുടിക്കാം. അയഡിൻ പോരായ്മ നികത്താൻ, അയഡിന്റെ പോരായ്മ നികത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അയഡിന്റെ പോരായ്മ നികത്താനായിട്ട് അകത്തിപ്പൊടി, അകത്തിച്ചീര എന്ന് പറയുന്ന മരം,
അതിന്റെ ഇലയിൽ ഇലയിൽ അയഡിൻ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതായത് കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഇരുളപ്പൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്റ്റഡി അകത്തിയിലാണ്. അദ്ദേഹത്തിന്റെ സയന്റിഫിക് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ഇതിനെ കൊടുത്തു തുടങ്ങിയത്. അതായത് തൈറോയിഡിന് അകത്തി കൊടുത്തു തുടങ്ങിയത്. കൊടുത്ത 100% മനുഷ്യരുടെയും തൈറോയിഡ് നോർമലായിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് ആദ്യം പൊടിച്ചു കൊടുത്തു, ചമ്മന്തിയിൽ അരച്ച് ചേർത്ത് കൊടുത്തു, പിന്നീട് നമ്മളത് പൊടിയാക്കി, ഹോമിയോ മരുന്നാക്കി, ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ കൊടുത്തു. പക്ഷേ ഏറ്റവും ഗുണകരമായത് ഈ അകത്തി എന്ന മരം എല്ലാ വീടിന്റെയും മുറ്റത്ത് ഒന്നുണ്ടാകുക എന്നുള്ളതാണ്. 7 വർഷം കഴിഞ്ഞപ്പോൾ ഇത് കെട്ടുപോകും. അതിന്റെ പ്രായം അത്രേ ഉള്ളൂ. വീണ്ടും വെക്കുക. ഈ അകത്തി വെച്ച് അതിന്റെ ഒരു തണ്ടല്ല ഊരിയെടുത്ത് കറിവേപ്പില ചമ്മന്തിയിൽ അരച്ച് ചേർക്കുന്നത് പോലെ അരച്ച് ചേർത്ത് ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ ഈ പ്രശ്നം ഒഴിവാകുന്ന സാധനമാണ്. അതായത് ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല രോഗങ്ങളും, അയഡിൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള സകല രോഗങ്ങളും ഒരു മരം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് നമ്മളത് വീട്ടിൽ വളർത്താനോ ഇതിന്റെ പൊടി വാങ്ങി കഴിക്കാനോ ശ്രദ്ധിക്കാതെ കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞിട്ട് അതൊരു ക്യാൻസറിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ ഓടുന്നു. എല്ലാവരും ചെയ്യേണ്ടത് അകത്തി എന്ന് പറഞ്ഞ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നഴ്സറികളിൽ കിട്ടും, തമിഴ്നാട് മുഴുവൻ കിട്ടും, വിത്തുകൾ കിട്ടും. കിളിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. തടമെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 കിലോ കടൽക്കക്ക പൊടി മാർക്കറ്റിൽ ഉണ്ട്. അതിട്ട് ഇളക്കിയിട്ട് അതിനകത്ത് നട്ടു കൊടുക്കുക. നല്ലൊരു ശതമാനം കിളുത്ത് കിട്ടും. അപ്പൊ അത് അതിന്റെ പോരായ്മ നികത്താനായിട്ട് അകത്തിപ്പൊടി, കൂടാതെ ഞാവൽപ്പഴത്തിന്റെ പൊടി അത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഞാവൽപ്പഴം എല്ലാ സീസണിൽ ഞാവൽപ്പഴം കിട്ടിയാൽ എല്ലാവരും പരമാവധി ഞാവൽപ്പഴങ്ങൾ കഴിച്ചിരിക്കണം. ഞാവലിന്റെ ബെഡഡ് വെറൈറ്റി ഇപ്പൊ അവൈലബിൾ ആണ്. ബെഡ് ചെയ്ത തൈകൾ കിട്ടുന്നുണ്ട്. കറുത്ത ഞാവലുണ്ട്, വെളുത്ത ഞാവലുണ്ട്. കറുത്ത ഞാവലും വെളുത്ത ഞാവലും എല്ലാ വീട്ടിലും പിടിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു ശതമാനം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ഈ ഞാവൽപ്പഴത്തിന് കഴിയും. ഞാവൽ എന്ന് പറഞ്ഞാൽ ഭാരതഖണ്ഡേ നേരോഹോ ദക്ഷിണായിനി, എന്താ അത് ഓർക്കണുണ്ടോ ആരെങ്കിലും? ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സാധനം ഞാനത് മറന്നു. ഞാൻ പറഞ്ഞത് ജംബുദ്വീപേ. ജംബു എന്ന് പറഞ്ഞാൽ ഞാവലാണ്. ഭാരതത്തിലെ മനുഷ്യർക്ക് ഞാവലുമായിട്ട് നേർബന്ധമുണ്ട് അവരുടെ ജീനിന്. അതുകൊണ്ട് പരമാവധി ആൾക്കാര് ഈ ജംബു എന്ന് പറയുന്ന ഞാവൽ വെച്ച് പിടിപ്പിക്കുകയും അത് കഴിക്കാനും ശ്രമിക്കണം. കാരണം അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ഭാരതത്തിൽ ജനിച്ചവർക്ക്. ഇനി ഇതൊന്നും കഴിക്കാൻ തയ്യാറല്ലെങ്കിൽ കംപ്ലീറ്റ് ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റണം. അത് ഈ അടുത്തൊന്നും നടക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അവരവർ സ്വന്തം ഉണ്ടാക്കിയാൽ നടക്കും. മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. മാർക്കറ്റിൽ കിട്ടുന്ന ജൈവ കൃഷിയിലെ ഉൽപ്പന്നം പോലും പോരാ. കടൽ വെള്ളവും കടൽക്കക്കയും കടൽപ്പായലും കടൽ മീനിന്റെ വേസ്റ്റും കടൽ ചെളിയും ഇട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ എല്ലാ ട്രേസ് എലമെന്റും വരും. നമ്മളതിന്റെ ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. കേരളത്തിൽ കടൽ ഒരുപാട് അകലെയൊന്നുമില്ല. കടൽ വെള്ളം എടുത്ത് 1 ലിറ്റർ കടൽ വെള്ളം എടുത്ത് 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത്, ചിലപ്പോൾ ചില ചെടികൾക്ക് 40 ലിറ്റർ ചേർക്കേണ്ടി വന്നേക്കാം. എന്നാലും അതിനകത്ത് ട്രേസ് എലമെന്റ് ആ ചെടികൾക്ക് കിട്ടും. അങ്ങനെ കുറേശ്ശെ ചെടികൾക്ക് കൊടുത്ത് എല്ലാ ട്രേസ് എലമെന്റുകളും നമ്മളുടെ മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അവരിലെത്തിക്കണം. സകല പ്രഗ്നന്റ് ആയിട്ടുള്ള സകല സ്ത്രീകളും കടൽ വെള്ളം ഒഴിച്ച് കൃഷി ചെയ്തെടുത്ത തക്കാളി, പൈനാപ്പിൾ വേണ്ട, പേടിയാണ് എല്ലാവർക്കും. പൈനാപ്പിൾ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. തക്കാളിയുണ്ട്, മത്തങ്ങയുണ്ട്, കുക്കുംബറുണ്ട്, ഇതുപോലെ കരിമ്പ്, അതായത് കടൽ വെള്ളം ഒഴിച്ച് വളർത്തിയ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുക. കാരണം അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ ജനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് നമ്മൾ ഇതുവരെയുള്ള
അറിവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കടൽ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു ചെടി, കുറെ ചെടികൾ കൊടുത്ത്, പച്ചക്കറികൾ നടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൊടുത്തിട്ട് അത് പഴമായിട്ട് കഴിക്കാൻ പറ്റണം. അതാണ് തക്കാളിയുടെ അഡ്വാൻറ്റേജ്. തക്കാളി ഒരു പഴവുമാണ്, പച്ചക്കറിയുമാണ്. നല്ല ചുവന്ന് തുടുത്ത തക്കാളി കടൽ വെള്ളം ഒഴിച്ച്, കടൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്തൊഴിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി ഒരു പ്രഗ്നന്റ് ആയ ഒരു അമ്മ കഴിച്ചു കഴിഞ്ഞാൽ ഫോളിക് ആസിഡിന്റെ ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. ട്രേസ് എലമെന്റ് വേണ്ട. ട്രേസ് എലമെന്റ് മുഴുവൻ, ഒരു ഗുളികയും കഴിക്കേണ്ട. സകല ട്രേസ് എലമെന്റും അതിനകത്ത് വരും. ജീവന്റെ തലം ഉയർത്തപ്പെട്ട ട്രേസ് എലമെന്റ് കിട്ടും, ഒപ്പം സോഡിയവും കിട്ടും. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി, നല്ല കഴിവുള്ള കുട്ടികൾ ജനിക്കാൻ. അപ്പൊ ട്രേസ് എലമെന്റ് എല്ലാം കിട്ടണം പ്രവർത്തിക്കാൻ. ഇനി ഈ ട്രേസ് എലമെന്റ് കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനൊരു സപ്പോർട്ട് വേണം, ഒരു ഹോർമോൺ സപ്പോർട്ട് വേണം. പുറമേ നിന്നുമുള്ള ഒരു ഹോർമോണൽ സപ്പോർട്ട് അതിന് വേണം. അതിനാണ് നമ്മൾ ഓർഗാനിക് ഗ്രീൻ ടീ, ചായ, ഓർഗാനിക് ഗ്രീൻ ടീ പാലൊഴിക്കാതെ പഞ്ചസാര ഇടാതെ ഒരു കപ്പ് രാവിലെയും ഒരു കപ്പ് വൈകുന്നേരവും കുടിക്കുക. തളിരിലകളിൽ ഹോർമോൺ ഉണ്ട്. തേയില എന്ന് പറയുന്നത് ഒരു തളിരിലയാണ്. ആ തളിരില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. മറ്റു കൂടാതെ തളിരില എന്ന് പറയുന്നത് പേരയുടെ തളിരില, മാവിന്റെ തളിരില, ചാമ്പയുടെ തളിരില പോലെയുള്ള തളിരിലകൾ അരച്ച് കരിക്കിൻ വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ കഴിച്ചാൽ ഹോർമോണായി, ആവശ്യത്തിന് ഹോർമോണായി. മറ്റൊന്ന് ചെമ്പരത്തി മുട്ട ഒരു 5 എണ്ണം ഞാൻ കൊടുക്കാറുണ്ട്. 5 എണ്ണം ഒരു ദിവസം പച്ചയ്ക്ക് ചവച്ച് തിന്നോളാൻ പറയും. അതായത് നാളെ വിടരുന്ന മുട്ട ഇന്ന് എടുത്ത് കഴിക്കുക, ഒരു 5 എണ്ണം കഴിക്കാമെങ്കിൽ. അതായത് ഒരു മുട്ട വിടർന്ന് പൂവാകണമെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ വേണം. ഒരു തളിരല പച്ച നിറത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ വേണം. ഈ ഹോർമോൺ മനുഷ്യ ശരീരത്തിന് വളരെ അനുയോജ്യമായ ഹോർമോണാണ്, തളിരിലകളിലുള്ള ഹോർമോൺ. ആ തളിരിലകൾ നമ്മൾ കഴിച്ചാലും ഒരു ഹോർമോൺ സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. കൂട്ടത്തിൽ ചിലപ്പോൾ കുറച്ചു പേർക്ക് എക്സർസൈസും കൂടി കൂടിയേ കഴിയും. എല്ലാവർക്കും എക്സർസൈസ് വേണമെന്നില്ല, പക്ഷേ എക്സർസൈസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഗുണകരമായ ഒരു എക്സർസൈസ്, ആർക്കും ചെയ്യാവുന്ന ഒരു എക്സർസൈസ്, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സർസൈസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇതാണ് നമുക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിനെന്താ മരുന്നുകൾ വല്ലതും ഉണ്ടോ? പലരും ചോദിക്കുന്ന മരുന്നുണ്ടോ? ഇതിന് കാര്യമായ ഒരു മരുന്നൊന്നും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യമായ വ്യക്തമായ ഒരു മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത്. ഇതൊരു ഹോർമോണൽ ഇൻബാലൻസ് ആണ്. ഇതിന്റെ എലമെന്റ്സ് മുഴുവൻ കിട്ടുക, ന്യൂട്രീഷൻസ് മുഴുവൻ കിട്ടുക, ട്രേസ് എലമെന്റ് മുഴുവൻ കിട്ടുക എന്നുള്ളതാണ്. എങ്കിലും ആയുർവേദത്തിൽ കൊടുക്കുന്ന കുറച്ച് മരുന്നുകൾ, എനിക്കറിയാവുന്ന മരുന്നുകൾ, വേറെ മരുന്നുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ കണ്ടിട്ട് ആ മരുന്ന് മേടിച്ച് കഴിക്കാവുന്നതാണ്. അശോകം, പൊന്നശോകം, അശോകാരിഷ്ടം ഇതിന്റെ ഒരു മരുന്നാണ്. അതായത് ഹോർമോണൽ ഇൻബാലൻസ് കറക്റ്റ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒന്നാണ് അശോകം. നമ്മള് അശോകം, തടികളിൽ പൂവുണ്ടാകുന്ന, ചെത്തി പോലെ പൂവുണ്ടാകുന്ന അശോകം. ഈ അശോകം ഇതിന്റെ അശോകാരിഷ്ടം 1 ഔൺസ് വീതം 3 നേരം വരെ കഴിക്കാം. അതല്ലെങ്കിൽ അശോകത്തിന്റെ പൂവ് ഉണക്കി പൊടിച്ചു വെക്കാം. അത് നമ്മുടെ ചമ്മന്തിയിൽ ചേർത്ത് കഴിക്കാം, കുടിവെള്ളത്തിൽ ഇടാം. അങ്ങനെ അശോകം ഒരു മരുന്നാണ്. മറ്റൊന്ന് മരുന്നെന്ന് പറയുന്ന, എനിക്കറിയാവുന്ന മരുന്നെന്ന് പറയുന്നത് ചന്ദ്രപ്രഭ ഗുളികയാണ്. ചന്ദ്രപ്രഭ ഗുളിക, അശോകവും ചന്ദ്രപ്രഭ ഗുളികയും ചന്ദ്രനുമായി നേർബന്ധമുള്ളത് കൊണ്ട് ആ ചന്ദ്രപ്രഭ ഗുളിക ഗുണകരമായി കണ്ടിട്ടുണ്ട്. അതും ഉപയോഗിക്കാം. ഒഴിവാക്കേണ്ട സാധനങ്ങളിൽ പ്രധാനി ഹോർമോൺ തീറ്റ കൊടുത്ത് വളർത്തിയ കോഴി കഴിക്കാണ്ടിരിക്കുക. ഇവിടെ പറഞ്ഞിട്ട് ഇറച്ചി മുട്ട ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഇനി വല്ലപ്പോഴും ഒരു ഇച്ചിരി ഇറച്ചി കഴിച്ചാൽ കുഴപ്പമില്ല. മുറ്റത്ത് ഓടി നടക്കുന്ന കോഴിയെ തല്ലിക്കൊന്ന് കറി വെച്ച് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരില്ല. എന്നാൽ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കോഴികൾ മുഴുവൻ ചാകാറായ കോഴികളാണ്, ഹോർമോൺ കൊടുത്ത് വളർത്തിയെടുത്തതാണ്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇത്ര കിലോ, 1.5 കിലോ വരണം. ആ രീതിയിൽ ഹോർമോൺ കൊടുത്ത് വളർത്തിയെടുത്ത കോഴി ഉണ്ടാക്കുന്ന ഹോർമോണൽ ഇൻബാലൻസ് കേരളത്തിൽ അപകടകരമായ നിലയിലാണ്. ഞാൻ കോഴി തിന്നുന്നതിനെതിരല്ല, കോഴി കച്ചവടത്തിനും എതിരല്ല. ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം, അതിന്റെ അനന്തരഫലം അനുഭവിക്കുകയും ചെയ്താൽ മതി.
അപ്പോ നമുക്ക് വേണ്ടത് ആ കോഴി കഴിക്കാതെ, നമ്മുടെ കുട്ടികൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാല് അത് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നാടൻ കോഴി അവർ കഴിക്കില്ല, ടേസ്റ്റ് വരില്ല അവർക്ക്. അതുകൊണ്ട് ഹോർമോൺ തീറ്റ കൊടുത്ത് വളർത്തുന്ന മീനായാലും ശരി, കോഴിയായാലും ഉപേക്ഷിക്കുക. അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഞാൻ വീണ്ടും പറയണില്ല. കോളകൾ, സിന്തറ്റിക് ആയിട്ടുള്ള കോളകൾ, കോളവർഗത്തിൽപ്പെട്ട സാധനങ്ങള്, പിന്നെ സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ്, കളറുകള്, ബേക്കറിയിൽ ചേർക്കുന്ന കളറുകള്, ഇതെല്ലാം നമുക്ക് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാറ്റിനും ഉപരിയായി ഒരു കാര്യം കൂടി ചെയ്താൽ മതി. അതായത് ഇത് ചന്ദ്രനുമായി നേർബന്ധമുള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏത് വഴിയിലാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കണതെന്ന് അറിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതോ വഴിയിൽ ഈ മെൻസസ് എന്ന് പറയുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കൃത്യമായി 28 ദിവസം ആ ചന്ദ്രമാസവുമായി ബന്ധിട്ടുള്ളതുകൊണ്ടാണ് മാസമുറ എന്ന് അതിനെ വിളിച്ചത്. ഈ സമയത്ത് തീണ്ടാരി എന്ന് നാടൻ ഭാഷയിൽ വിളിച്ചെങ്കിൽ അത് അകറ്റി നിർത്തിയിരുന്നു, റെസ്റ്റ് കൊടുത്തിരുന്നു ഒരു 3 ദിവസം. അതിപ്രധാനമായിരുന്നു അത്, ആ ആചാരം അതിപ്രധാനമാണ്. ഇപ്പൊ അതില്ലാതെ ഓടിച്ചാടി നടക്കാന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ടിരുന്നാൽ എന്താ എടുക്കുക? ഒരു റെസ്റ്റ് വേണ്ട സമയമാണ് ആ സമയം. ഒരു ജോലിയും ചെയ്യാതെ എവിടെയെങ്കിലും ഒതുങ്ങി റെസ്റ്റ് എടുത്ത്. കാരണം ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയം മെന്റൽ ഡിസ്ട്രക്ഷൻ ഡിസോർഡർ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായി റെസ്റ്റ് എടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരമാവധി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. പരമാവധി പ്രകൃതിയുമായി ഇണങ്ങി, പ്രകൃതി നിയമങ്ങൾ പാലിച്ച്, പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ നിയമങ്ങൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷെ മുഴുവൻ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ പറയുന്നില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന തർക്കം സ്ത്രീകളുടെ അണ്ടവുമായി ബന്ധപ്പെട്ട ഒന്ന്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിനെ കിടന്നിട്ട് തമ്മിൽ തല്ലുന്നത്. എന്താണ് ഈ അണ്ടം? എന്താണ് അണ്ടം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരു സെക്സ് ഡിമാൻഡ് ചെയ്യുന്നത്? അതിന്റെ സ്വാഭാവികത എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ തർക്കം മാത്രമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന തർക്കം. മെൻസസ് മാലിന്യമാണോ അല്ലയോ എന്ന് പറഞ്ഞുള്ള ഒരു തർക്കം കുറെ നാൾ കേട്ടതാണ്. ഇതും എന്നതാണത് എന്ന് മനസ്സിലാക്കിയാൽ മതി, എന്നതാണ് ഈ സാധനം എന്ന് മനസ്സിലാക്കിയാൽ മതി. കല്യാണപ്രായം കണ്ടെത്താനുള്ള തർക്കം, ഇതെല്ലാം സ്ത്രീയുടെ അണ്ടവുമായിട്ടും അതിന്റെ പ്രകൃതി ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.